അതുകൊണ്ട് ഹറാമായ വഴികൾ എളുപ്പമാണ് പണം സമ്പാദിക്കാൻ. പലിശയ്ക്ക് കൊടുത്താൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. ഒരു ചരിത്രം ഇന്ന് സമ്മാനമായി നിങ്ങൾക്ക് തരാൻ പോവാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനെ ഒരുപാട് വയന്ന് ജീവിച്ച മഹാനുഭാവനാണ്. പടച്ചതമ്പുരാന്റെ പള്ളിക്കകത്ത് റമളാനിന്റെ രാത്രിയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു എത്തിക്കാതിരിക്കുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ പള്ളിക്കകത്ത് നെയ്യത്തോടെ എത്തിക്കാതിരിക്കുമ്പോ നമുക്കറിയാം ആ രാവ് വളരെ ശ്രേഷ്ഠമാണ്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാഹ് ഹത്താ മത്ലഇൽ ഫജ്ർ. സൂര്യോദയത്തിന്റെ സമയം വരെ ഫജ്ർ വെളിവാകുന്നത് വരെ 10,000 മാലാഖമാര് ലക്ഷക്കണക്കാറ് മാലാഖമാര് വാനലോകത്ത് നിന്ന് മഴത്തുള്ളികളെ പോലെ പെയ്തിറങ്ങുന്ന പേമാരി പോലെ വന്നിറങ്ങുന്ന സുന്ദരരാവാണ്. ആ രാവിലെ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ഇഅ്തികാഫിന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞുകൂടുമ്പോ പാതിരാത്രി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, അല്ലാഹ് എന്റെ ഉപ്പച്ചാന അടക്കിയിരിക്കുന്നത് ഈ ഖബറിലല്ലേ, ഈ പള്ളിയുടെ ഖബർസ്ഥാനിലല്ലേ എന്റെ ഉപ്പാറ അടക്കിയിരിക്കുന്നതല്ല. അതുകൊണ്ട് ഉപ്പാടെ ഖബറിലേക്കൊന്ന് ചെല്ലാ, ഈ രാത്രി ഒന്ന് സിയാറത്ത് ചെയ്യാ, ഈ രാത്രി ഒന്ന് ദുആ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കുറ്റാങ്കുറ്റിരുട്ടിൽ പള്ളിക്കാടിലേക്ക് നടന്നു പോവാണ്. ഉപ്പച്ചാന്റെ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ഉപ്പച്ചാന്റെ ഖബറിലേക്ക് നോക്കി സലാം പറയുകയാണ്. കൊതിയില്ലേ ഉപ്പമാരെ, മുഖ്ലിസീങ്ങളാണ് മുത്തഖീങ്ങളാണ് മക്കളെ ദുനിയാവിൽ വെച്ചിട്ട് മരിച്ചുപോയാ നീ വിഷമിക്കണ്ട മോനെ. നിന്റെ ഖബറിന്റെ അടുത്തേക്ക് പ്രിയപ്പെട്ട മക്കൾ വന്ന് ദുആ ചെയ്യുമ്പോ, പ്രത്യേകിച്ച് റമളാനിന്റെ രാത്രിയല്ലേ, ലൈലത്തുൽ ഖദറിന്റെ രാവല്ലേ, വല്ലാത്ത സുഖമായിരിക്കുമല്ലോ. എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റമളാന്റെ രാത്രിയിൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ദുആ അരക്കുമ്പോ ആ കുറ്റാകുറ്റിരുട്ടിൽ പള്ളിയുടെ ഏതോ ഭാഗത്തു നിന്ന് ഭയാനകരമായ ഒരു ശബ്ദം മുടങ്ങി കേൾക്കുകയാണ്. ഞെട്ടിത്തെറിച്ചുപോയി, റബ്ബേ ആരാണ് ഈ നിലവിളിക്കുന്നത്, ആരാണ് ഈ പൊട്ടിക്കരയുന്നത്? വല്ലാത്ത അന്തം വിട്ടമ്പാടിച്ചു പോലെ പൊട്ടിക്കരച്ചിലാണ്. ആരാണെന്നറിയാൻ വയ്യ. ജീവനോടെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ നിലവിളിക്കുന്ന പോലെ, ജീവനുള്ള ശരീരത്തിന്റെ തൊലി വലിച്ചെറിയുമ്പോ പൊട്ടിക്കരയുന്ന പോലെ, കഷണമായി മുറിച്ചെറിയുമ്പോ നിലവിളിക്കുന്ന പോലെ ഒരു മനുഷ്യൻ കിടന്ന് നിലവിളിക്കുന്നു. എന്തെന്നറിയാറ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഏത് ഭാഗത്തു നിന്നാണ് കേൾക്കുന്നതെന്നറിയാറ്. പള്ളിയുടെ പള്ളിപ്പറമ്പാകുന്ന ഖബറിന്റെ ഭാഗത്തിലൂടെ ഇങ്ങനെ കറങ്ങിപ്പോകുമ്പോ അതേ കാടുകൾക്കിടയിൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ഖബറ്, ഇടിഞ്ഞുപോലെ കുടുങ്ങിത്താണു പോയ ഒരു ഖബറ്. സുബ്ഹാനല്ലാഹ്, ആ ഖബറിന്റെ അകത്ത് നിന്നാണ് ഈ നിലവിളി കേട്ടത്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തെറിച്ചു പോയി, മുട്ടുകാല് വിറച്ചുപോയി, പള്ളിയിലേക്ക് പോയി. സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിൽ വന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ ഒരു ഖബർ ഞാൻ കാണിച്ചു തന്നാൽ അതിനകത്ത് ആരെയാണ് അടക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഉപ്പയൊന്ന് പറയുമോ? ആ ഉപ്പ പറയുന്ന തങ്ങള് 30 വർഷമായിട്ട് ഇവിടെ ആരെയൊക്കെ അടക്കിയിട്ടുണ്ടോ അവരുടെ പേരെനിക്കറിയാം, അവരുടെ ഖബർ എനിക്കറിയാം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ കയ്യും പിടിച്ചുകൊണ്ട് ചെല്ലുകയാണ്. രാത്രിയിൽ താൻ നിലവിളി കേട്ട പൊട്ടിക്കരച്ചിൽ കേട്ട ഖബറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ചോദിക്കുന്നു, ഉപ്പാ ഇതാരുടെ ഖബറാണ് ഉപ്പാ? ആ ഉപ്പ പറയുന്നു, തങ്ങള് ഈ ഖബറിന്റെ അകത്ത് നിന്ന് നിലവിളി കേൾക്കാൻ സാധ്യതയില്ല. കാരണം ഇയാൾ കൃത്യമായി നിസ്കരിച്ചിരുന്ന ആളാണ്, നോമ്പ് പിടിച്ചിരുന്ന ആളാണ്. പിന്നെ എന്തേ കരഞ്ഞുപോയതെന്ന് എനിക്കറിയില്ല തങ്ങള്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്ന് ഓർത്തു നോക്കിയേ, ഒന്നാലോചിച്ചു നോക്കിയേ, ജീവിതത്തിൽ അല്ല പൊറുക്കാത്ത എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നോ എന്ന് ചിന്തിക്കാൻ പറയുമ്പോൾ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ആ ഉപ്പ പറയുന്നു, തങ്ങള് ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാ. മരിക്കുന്നതിനും കുറെ മാസങ്ങൾക്ക് മുമ്പ് ഇയാൾക്കൊരു രോഗം പിടി
ബന്ധപ്പെട്ടത് കൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യ പറഞ്ഞു, അദ്ദേഹത്തിനോട് ഭാര്യ പറഞ്ഞു, ഇനി നിങ്ങളൊരു ജോലിക്കും പോണ്ട, ഇത്രയും നാള് കച്ചവടം ചെയ്ത ലാഭം എടുത്തുകൊണ്ട് അതിനെ അങ്ങ് പലിശയ്ക്ക് കൊടുക്കാം. അങ്ങനെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് 10,000 രൂപ പലിശയ്ക്ക് കൊടുത്ത് ജീവിച്ച മനുഷ്യനാണ്. ആ പലിശയ്ക്ക് കൊടുത്ത് അവസാനം അസ്രായീൽ ഒന്ന് കൊണ്ടുപോയി തങ്ങളെ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, പലിശക്കാരന് റമളാനിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും ഖബറിന്റെ അകത്ത് സമാധാനമില്ല. പാവപ്പെട്ടവന്റെ നീരൂറ്റി കുടിച്ചിട്ട് പണമുണ്ടാക്കുന്നവന് നെളിഞ്ഞുകൊണ്ട് തേച്ച് മടങ്ങാത്ത ചുളുങ്ങാത്ത ഡ്രസ്സിട്ടുകൊണ്ട് ഈശയിൽ ചാരിയിരുന്നുകൊണ്ട് നീളമുള്ള മൊബൈലും കൊണ്ടിറങ്ങി അഹങ്കാരത്തിന്റെ കോലത്തിൽ നടക്കുന്നവരെ നിങ്ങൾ ചിന്തിക്കുമല്ലോ, ഇന്ന് തഴവയിൽ എനിക്ക് കുറെ ജനങ്ങളുണ്ട്, എനിക്ക് കുറെ ആൾക്കാരുണ്ട്, എല്ലാവരും കാണുമ്പോനെ അത് ദുനിയാവിൽ മാത്രമാണ്. നിന്റെ കണ്ണടഞ്ഞു പോയ ആ സെക്കൻഡ് മുതൽ മോനെ പിന്നെ നരകത്തിന്റെ തീയാണ്. അതുകൊണ്ട് സാമ്പത്തിക സൂക്ഷ്മത പാലിക്കണേ പെങ്ങളെ. ഹറാമായത് കടത്തിയിടല്ലേ, ഹറാമായത് കഴിക്കല്ലേ. എന്തിനേറെ ഒരു തുണിക്കടയിലേക്ക് തുണിയെടുക്കാൻ പോയാൽ ആ കടയിൽ ചെന്നിട്ട് 600 രൂപയുടെ സാരി 400 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവരുമ്പോ കടക്കാരൻ പറയുന്നു, ഗതിയില്ലാതെ സമ്മതിച്ചതാണെന്നൊരു വാക്ക് പറഞ്ഞാൽ 200 രൂപയുടെ ഭാഗം ഹറാമാണ് പെണ്ണേ. സാരി ഉടുത്തുകൊണ്ട് നിസ്കരിച്ച നിന്റെ നിസ്കാരം ശരിയല്ല. കടക്കാരെ പറ്റിച്ചു കൊണ്ടുവന്ന പർദ്ദയുണ്ടല്ലോ, ആ പർദ്ദയിട്ടുകൊണ്ട് നിസ്കരിച്ച നിന്റെ നിസ്കാരം ശരിയല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെരുന്നാളിന് ജീൻസ് വാങ്ങാൻ പോയി 1100 രൂപയുടെ ജീൻസ് പറഞ്ഞ് ശല്യം കാരണവസാനം 500 രൂപയ്ക്കാണ് നിനക്ക് തന്നതെങ്കിൽ മോനെ, നല്ല മനസ്സോടെ പൊരുത്തത്തോടു കൂടിയല്ല വില കുറച്ച് തന്നതെങ്കിൽ അത് ഹറാമാണ് മോനെ, അതുപോലും ഹറാമാണ്. പലിശ മാത്രമല്ല ഹറാമായത്, അയൽവാസിയുടെ പൊരുത്തമില്ലാതെ അവരുടെ മാവിൽ നിൽക്കുന്ന മാമ്പഴം അടർന്നു വീണതില്ലേ, അത് പെറുക്കി മക്കൾക്ക് കൊടുക്കുന്നത് പോലും ഹറാമാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അതുകൊണ്ടല്ലേ നബി തങ്ങളോട് പറഞ്ഞത്, നബിയേ, ഇന്ന് സുബഹി കഴിഞ്ഞ് ഒരുപാട് നേരം എനിക്ക് പള്ളിയിലിരിക്കാൻ പറ്റൂല. ഇന്നലെ ഞാനങ്ങനെ ഇരുന്നിട്ട് ചെന്നപ്പോ ജോലി കുറച്ചു ദിവസം കൊണ്ടില്ല നബിയേ, അതുകൊണ്ട് കുടുംബം പട്ടിണിയാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ട മക്കള് വിശന്ന് തളർന്ന് വീടിന്റെ മുമ്പിലേക്ക് വന്ന് അബീ അബീ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞപ്പോ അപ്പുറത്ത് താമസിക്കുന്ന ജൂതന്റെ ആ വൃക്ഷത്തിൽ നിന്ന് ഫലങ്ങൾ ഇങ്ങനെ പഴുത്തന്റെ വീട് മുറ്റത്തേക്ക് വീണതാണ്. ആ മക്കള് പോയി ഇഴന്നെടുത്ത് കഴിച്ചു നബിയേ. ഞാൻ വേഗം തന്നിട്ട് വിശന്ന് വലന്ന എന്റെ മക്കളുടെ വായ്ക്കകത്തേക്ക് കൈ കടത്തിയിട്ട് അതിന് പുറത്തേക്ക് ഛർദിപ്പിച്ചു കളഞ്ഞു നബിയേ എന്ന് പറയുമ്പോ അവരുടെ അനുയായികളായി മര്യാദയുടെ മഹിതത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഇന്ന് വിദേശ രാജ്യത്ത് വലിയ മോഷണം നടത്തുന്നില്ലേ? സൗദി അറേബ്യ എന്ന പരിശുദ്ധമായ രാജ്യത്ത് പോലും കള്ളം പഠിച്ചുകൊണ്ട് മോഷണം പഠിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ സ്ഥാപനങ്ങളിൽ നിന്ന് കൈയിട്ട് വാരിയിട്ട് നാട്ടിൽ വന്നിട്ട് ആഡംബരത്തോടെ ജീവിക്കുന്നില്ലേ? മോനെ, അവിടെ പോയി അറബിയെ പറ്റിച്ച് പണമുണ്ടാക്കിയിട്ട് നാട്ടിൽ വിളിച്ചു പറയും, ബാപ്പാ റെഡിയായിക്കോ ഹജ്ജിന് പോകണം, ഉമ്മ റെഡിയായിക്കോ ഹജ്ജിന് പോകണം. കുറെ അറബികളൊക്കെ ഞാൻ യത്തീംഖാനയിലാക്കിയിട്ടുണ്ട്, എല്ലാം കൂടെ വാരിക്കൊണ്ട് വരെയാണ് റെഡിയായിക്കോ എന്ന് പറഞ്ഞ് 90 വയസ്സായ ബാപ്പാനെ ഉമ്മാനെ മക്കത്ത് കൊണ്ടുപോയി ചുമന്നിറക്കുമ്പോ അള്ളാഹ് അങ്ങ് പൊരുത്തപ്പെടുമെന്ന് കരുതണ്ട മോനെ. സൗദി അറേബ്യയിൽ 6200 രൂപ മാസശമ്പളം വാങ്ങി 2.5 വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരനെ മക്കത്ത് വെച്ച് കണ്ടതാണ്. എന്തേ ഈ ശമ്പളം കൊണ്ട് നിനക്ക് ജീവിക്കാൻ കഴിയുന്നല്ലോ, എന്തുകൊണ്ട് നിർത്തിയിട്ട് നാട്ടിൽ പോയാലും കിട്ടുമല്ലോ 10,000 എന്ന് ചോദിച്ചപ്പോ ആ സഹോദരൻ പറയുന്നു, ഉസ്താദേ
നാട്ടിൽ പോയാൽ ചിലപ്പോ 10,000 കിട്ടും, ചിലപ്പോ 15,000 കിട്ടും. പക്ഷേ ഇവിടെ ഒരു മാസത്തിൽ ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട കഫീൽ വിശുദ്ധമായ ഹറമിൽ പോയി നിസ്കരിക്കാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട് ഉസ്താദ്. ശമ്പളം കിട്ടിയില്ലെങ്കിലെന്താ, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി ജുമുഅ നിസ്കരിക്കാൻ, മാസത്തിൽ ഒരു ജുമുഅ നിസ്കരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടല്ലോ. പോട്ടെ ഉസ്താദേ, 3 മാസത്തിൽ ഒരു വ്യാഴാഴ്ച കിടന്ന് അല്ലാഹുവിന്റെ ഹബീബ് കിടന്നിറങ്ങുന്ന മദീന മസ്ജിദുൻ നബവിയുടെ പരിശുദ്ധമായ മുറ്റത്ത് പോകാൻ, അവിടെ പോയി ലക്ഷക്കണക്കിന് സ്വലാത്ത് നിബിധങ്ങൾക്ക് കൊടുത്തു ആ റസൂലുള്ളാഹിയുടെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് കിടക്കാൻ 3 മാസത്തിൽ ഒരു ദിവസം എനിക്ക് അനുവാദമുണ്ടല്ലോ. പിന്നെന്തിനാണ് പൈസ? എന്റെ മക്കൾ ഒത്തിരി പട്ടിണി കിടക്കട്ടെ, ഞാൻ റൗളാ ശരീഫിന്റെ മുന്നിൽ എന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടല്ലോ. ഈ പരിശുദ്ധ മനസ്സെന്തേ നമുക്കില്ലാതെ മക്കയിൽ പോലും വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്നവരെ, സൗദി അറേബ്യയിൽ പോലും കള്ള് കച്ചവടം നടത്തി വിജയിക്കുന്നവരെ ആരെങ്ങനെ ചെയ്തിട്ടുണ്ടോ? അവരാരും നിലവിളിച്ച് കരയാതെ സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ചരിത്രം ഇന്ന് വരെയില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഈ സെക്കൻഡ് വരെ ഉണ്ടായിട്ടില്ല. വെല്ലുവിളിക്കുകയാണ് ഞാൻ. സൗദി എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് റസൂലുള്ളാഹിയുടെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും കള്ളം ചെയ്ത് ജയിക്കാൻ പറ്റുമോ? വെല്ലുവിളിക്കുകയാണ് സഹോദരങ്ങളെ. ആ നാട്ടിലാര് കള്ളം നടത്തുന്നുവോ, ആ നാട്ടിലാര് വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്നുവോ, ആ നാട്ടിലാര് കള്ള് കച്ചവടം നടത്തുന്നുവോ, ഒരുപാട് പണം നിനക്ക് കിട്ടുമായിരിക്കാം, പക്ഷേ അവസാനം അത് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പൊട്ടിക്കരന്ന് നിലവിളിച്ചുകൊണ്ടല്ലാതെ അവിടുന്ന് വരാ മോനെ നിനക്ക് പറ്റൂല. അതുകൊണ്ട് പണം അപകടം പിടിച്ച ഒരു പരിപാടിയാണ്. തീരെ ഇല്ലെങ്കിലും നാശമാണ്, ഒരുപാട് കൂടിപ്പോയാലും ദൂഷ്യമാണ്. അല്ലാഹു ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. എത്ര പണമുണ്ടെങ്കിലും ഒരു സെക്കൻഡ് പോരെ, ആ പണം മുഴുവനും നമുക്കെതിരാകാൻ ഒരു സെക്കൻഡ് പോരെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നരകത്തിന്റെ 3, 4, 5, 6, 7 കവാടങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ 8 മണി മുതലുള്ള പ്രഭാഷണത്തിന്റെ വേദിയിൽ പറയുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. കാണുന്നതെന്നാ